ആരെങ്കിലും ചോദ്യം ഇനി എഴുതാനുണ്ടോ? ആരെങ്കിലും ഇനി ചോദ്യം എഴുതാനുണ്ടോ? പിള്ളേർ നിങ്ങളോടാ ചോദ്യം. ആരെങ്കിലും ചോദ്യം എഴുതാനുണ്ടോ? ഇല്ല. ശരി. അപ്പോ ആ ചോദ്യം ആദിവിനായക് ഒന്ന് വായിച്ചേ. Find the rate of change of area of a circle. അതല്ല അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതിയില്ല സാർ. അതാ നമ്മുടെ ചോദ്യം. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതി. നമ്മൾ നേരത്തെ പഠിച്ച ചോദ്യമാണ്. മാക്സിമം മിനിമയുടെ വാല്യൂ ആണ് വായിക്കേണ്ടത്. എന്താ സൗപർണിക? സാർ എന്തോ 2016 മാർച്ചില്ലേ കുറച്ചു മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ? അതിനകത്ത് ഒരു ചോദ്യം കൂടിയുണ്ട്. മാക്സിമം വാല്യൂ കൂടെ കണ്ടുപിടിക്കണ്ടേ? അങ്ങനെയല്ല ചോദ്യം. ഫൈൻഡ് ദി മാക്സിമം ആൻഡ് മിനിമം. അതിനൊരു വാക്കുണ്ടോ? ഈഫ് എനി. എന്നുവെച്ചാ ഏതെങ്കിലും ഒന്ന്. അങ്ങനെയല്ല. ചിലപ്പോ മാക്സിമം വരെ ഉണ്ടാകാം, ചിലപ്പോ മിനിമം വരെ ഉണ്ടാകാം, ചിലപ്പോ രണ്ട് വരെയും കാണാം. ഇതിൽ ഏതാണോ ഉള്ളത് അത് എന്ത് ചെയ്യാനാണ്? കണ്ടുപിടിക്കാൻ. ഇവിടെ ഇപ്പൊ നമുക്ക് എന്ത് വിലയെ കിട്ടത്തുള്ളൂ? മിനിമം വില കിട്ടുന്നു. ക്ലിയർ ആയോ? ശരി, ഓക്കെ. അപ്പൊ ഗോപികെ 2018 മോഡലിലെ രണ്ടാമത്തെ ചോദ്യം വായിച്ചേ. Find the maximum value of the function f of x equals sin x plus cos x 0 less than x less than pi by 2. അപ്പൊ നമുക്ക് അങ്ങോട്ട് എടുത്തെഴുതാം. ആദ്യം ഫംഗ്ഷൻ എടുത്തിരിക്കെ. എഫ് ഓഫ് എക്സ് ഈക്വൽ എന്താണ് നമ്മുടെ ഫംഗ്ഷൻ? sin x plus cos x. sin x plus cos x. ഇനി ആ എക്സിനെ കുറിച്ച് എന്തോ ഒരു കണ്ടീഷൻ ക്വസ്റ്റ്യൻ അതിലുണ്ട്. എന്തോ കണ്ടീഷൻ? 0 less than x less than pi by 2. 0 less than x less than pi by 2. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ. നമ്മുടെ വർക്കിംഗ് റൂൾ അനുസരിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാം. എന്താണ് ഗോപിക ഫസ്റ്റ് സ്റ്റെപ്പ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അപ്പൊ എഴുതുക ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ എന്തോ കിട്ടും? f dash of x equal f dash of x is equal to cos x minus sin x. sin x ന്റെ ഡെറിവേറ്റീവ് cos x, cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x. ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല സാർ. ഇല്ല. എന്തോ ദേവനന്ദ എന്തോ ചോദിക്കാൻ വന്ന? ഡൗട്ട് ഇല്ല സാർ എന്ന് പറഞ്ഞേ. ഓക്കെ. അടുത്തത് എന്തോ ഗോപിക സ്റ്റെപ്പ്? സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. അപ്പൊ ഡിഫറൻഷിയേറ്റിംഗ് എഗെയിൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻഷിയേറ്റിംഗ് എഗെയിൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ എന്തോ കിട്ടും? f double dash of x equal minus sin x minus cos x. വേണമെങ്കിൽ നമുക്ക് ഈ രണ്ട് ടേബിളിൽ നിന്ന് ഗോപിക ഒരു മൈനസിനെ കോമൺ ആയിട്ട് എടുക്കാമല്ലോ. എടുത്താൽ എന്ത് വരും? മൈനസ് ഓഫ് sin x plus cos x. മൈനസ് ഓഫ് sin x plus cos x. ഓക്കെ. അടുത്ത സ്റ്റെപ്പ് f dash of x equal 0 എന്ന് എടുക്കും. അപ്പൊ എഴുതുക ഫസ്റ്റ് ഡെറിവേറ്റീവ് is equal to 0. f dash of x is equal to 0. which implies cos x minus sin x equal 0. cos x minus sin x is equal to 0. നമ്മൾ ഈ മൈനസ് sin x നെ റൈറ്റിലോട്ട് കൊണ്ടുപോയാൽ എന്ത് വരും ഗോപികയെ? x equal sin x. cos x is equal to sin x. എന്തോ ഗോപികയെ ഇതിന്റെ അർത്ഥം? x എന്ന് പറഞ്ഞൊരു വേരിയബിള് കോസിലും സൈനിലും ഈക്വൽ ആണ്. x എന്ന് പറയുന്ന ഏതോ ഒരു ആംഗിളിന് cos x ന്റെ വിലയും sin x ന്റെ വിലയും എന്താണ്? അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വില ഗോപികയ്ക്ക് പെട്ടെന്ന് പറയാൻ പറ്റുമോ? 45. x ഈക്വൽ പൈ ബൈ 4. പക്ഷെ ഒരു കാര്യം കൂടെ ഗോപിക നോക്കണം. ഇവിടെ എക്സിനെ കുറിച്ചൊരു കണ്ടീഷൻ നമ്മുടെ ക്വസ്റ്റ്യനകത്തുണ്ട്. എന്താണ് ആ കണ്ടീഷൻ? 0 less than x less than pi by 2 ആയിരിക്കണം. 0-നും 90-ക്കും ഇടയിലായിരിക്കണം x. നമ്മൾ എടുക്കുന്ന ഈ x എന്ന് പറയുന്നത്. അപ്പൊ ഈ x അതിനിടയിലുള്ള വിലയാണോ? ആണ്. ഓക്കെ. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ചെയ്തപ്പോൾ നമുക്ക് x കിട്ടി.
ഈ വില ഗോപിക നമ്മൾ ഇനി എവിടെ കൊണ്ടുപോയി കൊടുക്കണം? F double dash of x. അപ്പൊ എഴുതുക when x is equal to pi by 4. when x is equal to Pi by 4. എന്ന് നമ്മൾ എവിടെ കൊടുക്കണം? F double dash of pi by 4. അപ്പൊ f double dash of pi by 4 is equal to പറഞ്ഞാട്ടെ minus of sin pi by 4 sin pi by 4 plus cos pi by 4 plus cos pi by 4 equal minus of sin pi by 4 ന്റെ വില എത്ര? 1 by root 2. 1 by root 2 plus cos pi by 4 ന്റെ വില 1 by root 2. 1 by root 2 equal minus of ഒരേ ആളിനെ തന്നെ രണ്ട് പ്രാവശ്യം കൂട്ടുന്നതിന് പകരം 2 by root 2 എഴുതിയോ? അപ്പോൾ അല്ലെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യുന്നു. അപ്പൊ 1 + 1 ഡിവൈഡഡ് ബൈ റൂട്ട് 2 എന്ന് വരും. അപ്പൊ മൈനസ് ഓഫ് 1 + 1 2 ബൈ റൂട്ട് 2 എന്ന് കിട്ടും. അപ്പൊ മൈനസ് ഓഫ് 2 നെ നമ്മൾ എങ്ങനെ എഴുതും? root 2 into root 2. റൂട്ട് 2 into root 2 by റൂട്ട് 2 എന്ന് വരും. റൂട്ട് 2 get cancelled. So the answer is minus root 2. ഇത് ഗ്രേറ്റർ ദാൻ 0 ആണോ ലെസ് ദാൻ 0 ആണോ? Less than 0. അപ്പൊ സെക്കൻഡ് ഡെറിവേറ്റീവിൽ കൊടുത്തപ്പോൾ കിട്ടിയ ഉത്തരം നെഗറ്റീവ് ആണെങ്കിൽ എന്താണ് ഗോപിക നമ്മുടെ കൺക്ലൂഷൻ? maximum value ആണ്. അപ്പൊ അടുത്ത വരി എഴുതുക which implies f of x has a maximum value at f of x has a എന്ത് വാല്യൂ ആണ്? maximum value മാക്സിമം വാല്യൂ എവിടെ? at x equal pi by 4. at x is equal to pi by 4. ഇനി ആ വില നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? f of x ൽ ഇട്ടു കൊടുത്ത് അപ്പോ മാക്സിമം വാല്യൂ ഓഫ് f of x is maximum value of f of x is f of pi by 4 അല്ലേ? ഇനി അതെങ്ങനെ കണ്ടുപിടിക്കും? sin x plus cos x നകത്ത് ആയിട്ട് കൊടുക്കണം. പറഞ്ഞാട്ടെ sin pi by 4 plus pi by 4. cos pi by 4. sin pi by 4 എത്ര? 1 by root 2. 1 by root 2 plus cos pi by 4 by root 2. മുമ്പത്തെ കൂട്ട് തന്നെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ കൂട്ടാം. 1 + 1 by root 2 1 + 1 2 by root 2. ഇതിലെ 2 നെ നമ്മൾ എങ്ങനെ എഴുതും? root 2 into root 2. root 2 into root 2 by root 2. root 2 cancel ആയി പോവും. So the answer is root 2. പിടികിട്ടിയ എല്ലാവർക്കും? ഈ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ, വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ട് അപ്പൊ ആ ചോദ്യം നമ്മുടെ ശിവഗംഗ ഒന്ന് വായിച്ചതിന്റെ ആൻസർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആദ്യ ചോദ്യം വായിക്കാം. Find the minimum value of the function f of x is equal to x square plus 1, comma x belongs to R. Answer, f of x is equal to x square plus 1. Differentiating with respect to x, f dash of x is equal to 2x. Differentiating again with respect to x, f double dash x is equal to 2. F dash of x is equal to 0. 2x is equal to 0, x is equal to 0. When x is equal to 0, f double dash... സെക്കൻഡ്, എല്ലാവർക്കും എക്സിന്റെ വില 0 എന്നാണോ കിട്ടിയത്? ആണോ? ആണ് സർ. ആണോ? ഓക്കെ. ഇനി ആ വില കൊണ്ടുപോയി എവിടെ കൊടുക്കണം? f double dash of x ൽ കൊടുക്കണം. f double dash of x ൽ കൊടുക്കണം. കൊടുത്തപ്പോ f double dash of 0 is equal to 2. Greater than 0. Which implies f of x has a minimum value at x is equal to 0. ഇനി ആ മിനിമം വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? Minimum value is f of 0 is equal to 0 square plus 1 is equal to 1. is equal to 1. ഓക്കെ, ശരി. ആർക്കെങ്കിലും ആ പ്രോബ്ലത്തിൽ ഡൗട്ട് ഉണ്ടോ?
ആർക്കെങ്കിലും ആ പ്രോബ്ലത്തിൽ ഡൗട്ട് ഉണ്ടോ? ആ ദൃശ്യ ചോദ്യം ഒന്ന് വായിച്ചാട്ടെ. An iron wire of length 28 meter is to be cut into two pieces. One of the square and the circle is minimum. ദൃശ്യ വായിക്കുന്ന ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ടല്ലോ. നെറ്റിന്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ എന്താണ് ചോദ്യം? വായിച്ചപ്പോൾ ദൃശ്യക്ക് മനസ്സിലായ അർത്ഥം അത് പറയൂ. ഒരു അയൺ വയർ 28 മീറ്റർ അയൺ വയർ 2 പീസായിട്ട് കട്ട് ചെയ്തു. അപ്പൊ 28 മീറ്റർ നീളമുള്ള ഒരു ഇരുമ്പ് വയറിനെ നമ്മൾ എന്ത് ചെയ്തു? 2 പീസായിട്ട് കട്ട് ചെയ്തു. 2 കഷ്ണമായിട്ട് മുറിച്ചു. എന്നിട്ടോ ഒരു പീസ് സ്ക്വയർ ആയിട്ടും ഒരു പീസ് സർക്കിൾ ആയിട്ടും ഉണ്ടാക്കി. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഈ 28 മീറ്റർ നീളമുള്ള വയറിനെ 2 ഈക്വൽ പാർട്ടാക്കി മുറിച്ചു എന്ന് ക്വസ്റ്റിന് പറയുന്നുണ്ടോ വൃന്ദേ? അല്ല ദൃശ്യേ? ഇല്ല, 2 കഷ്ണമായിട്ട് മുറിച്ചതേ പറയുന്നുള്ളൂ. അതിലെ ഒരു കഷ്ണം എടുത്ത് നമ്മൾ എന്തുണ്ടാക്കി? സ്ക്വയർ, ഒരു സ്ക്വയർ ഉണ്ടാക്കി. രണ്ടാമത്തെ കഷ്ണം എടുത്ത് സർക്കിൾ ഉണ്ടാക്കി, ഒരു സർക്കിൾ ഉണ്ടാക്കി. ഇനി എന്തോ ബാക്കി? ആ 2 പീസിന്റെയും ലെങ്ത് എത്രയാണെന്നും വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ഓഫ് ദ 2 പീസസ്? ആ 2 പീസിന്റെ ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ? ഒരു കണ്ടീഷൻ ഉണ്ട്. സോ ദാറ്റ് കമ്പൈൻഡ് ഏരിയ സ്ക്വയറിന്റെയും സർക്കിളിന്റെയും സ്ക്വയർ ആൻഡ് സർക്കിൾ, സർക്കിളിന്റെയും സ്ക്വയറിന്റെയും കൂടിയുള്ള ഏരിയ, ഇതാണ് കമ്പൈൻഡ് ഏരിയ എന്ന് പറയുന്നത്. ആ കമ്പൈൻഡ് ഏരിയ എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നത് മാക്സിമം മിനിമയുടെ കണക്കാണ്? ആ വാക്കൊന്ന് അണ്ടർലൈൻ ചെയ്ത ക്വസ്റ്റ്യൻ, അതിൽ എന്തോ വാക്ക്? മിനിമം. മിനിമം. ഓക്കെ, ചോദ്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ചോദ്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല സാർ. ഇല്ല. അപ്പോ നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലവും ഈ പ്രോബ്ലവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആരും മിണ്ടുന്നില്ല. ഇതുവരെ ചെയ്ത പ്രോബ്ലവും ഈ പ്രോബ്ലവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഡയറക്റ്റ് ഇതുവരെയുള്ള പ്രോബ്ലങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ ഫംഗ്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് എന്തെടുക്കണം? ഫംഗ്ഷൻ എടുക്കണം. ഓക്കെ, നമുക്ക് തുടങ്ങാം. ആദ്യം എത്ര സെന്റിമീറ്റർ നീളമുള്ള കഷ്ണം എന്നാ പറഞ്ഞത്? 28 മീറ്റർ. 28 മീറ്റർ നീളമുള്ള കഷ്ണം. അതിനെ എന്തായിട്ട് മുറിച്ചു? 2 പീസസ് ആയിട്ട്. അപ്പൊ നമ്മള് അതിൽ ഒരു പീസിന്റെ ലെങ്ത് എന്തായിട്ട് എടുക്കുന്നു? എന്തായിട്ട് എടുക്കുന്നു? ഒരു പീസിന്റെ ലെങ്ത് എന്തായിട്ട് എടുക്കുന്നു? എക്സ് ആയിട്ട് എടുക്കുന്നു. അപ്പൊ എഴുതുക ലെങ്ത് ഓഫ് ഫസ്റ്റ് പീസ്. ലെങ്ത് ഓഫ് ഫസ്റ്റ് പീസ് ഈക്വൽ എക്സ് ബ്രാക്കറ്റിൽ സപ്പോസ്. അങ്ങനാണെങ്കിൽ നിങ്ങൾക്ക് ഉടനെ അടുത്തൊരു സ്റ്റെപ്പ് പറയാൻ പറ്റും. എന്തായിരിക്കും അടുത്ത സ്റ്റെപ്പ്? മൊത്തം 28 മീറ്റർ നീളമുള്ള കമ്പിയായിരുന്നു. അതിനെ 2ആയിട്ട് മുറിച്ചു. ഒരു കഷ്ണത്തിന്റെ നീളം എക്സ് എന്ന് എടുത്തു. അപ്പൊ അടുത്ത സ്റ്റെപ്പ് ലെങ്ത് ഓഫ് സെക്കൻഡ് പീസ്. ലെങ്ത് ഓഫ് സെക്കൻഡ് പീസ് ഈക്വൽ എന്ത് വരും? മിണ്ടുന്നില്ല. 28 മൈനസ് 6. ഈ 2 സ്റ്റെപ്പിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല സാർ. ഇല്ല. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലെ ഒരു പീസ് എടുത്തിട്ട് എന്തുണ്ടാക്കി? സ്ക്വയർ. അപ്പൊ എഴുതുക. പറയട്ടെ. The first piece of length. The first piece of length
ഫസ്റ്റ് പീസ് ഓഫ് ലെങ്ത് x ഈസ് മേഡ് ഇൻടു എ സ്ക്വയർ. ഒന്നാമത്തെ കഷ്ണം, അതായത് എക്സ് ലെങ്ത് ഉള്ള ആ കഷ്ണം ഉണ്ടല്ലോ, അത് നമ്മൾ എന്താക്കി മാറ്റുന്നു എന്ന് വിചാരിക്കുക? Square. സ്ക്വയർ ആക്കി മാറ്റുന്നു. അത്ര എഴുതിയോ എല്ലാവരും? എഴുതി സർ. ഓക്കെ. അപ്പൊ ശ്രദ്ധിച്ച് കേട്ടിട്ട് ഉത്തരം പറയണം. അപ്പൊ നമ്മുടെ ആദ്യത്തെ കഷ്ണത്തിന്റെ നീളം എന്തായിരുന്നു? X. അത് നമ്മൾ എന്താക്കി മാറ്റി? സ്ക്വയർ. Square. അപ്പൊ ഈ എക്സ് ആ സ്ക്വയറിന്റെ ആരായിട്ട് മാറും? One side. Perimeter. എന്തായിട്ട് മാറും? Perimeter. എക്സ് ലെങ്തിനെ നമ്മൾ ചുറ്റി വളച്ച് സ്ക്വയർ ആക്കി മാറ്റുമ്പോ ആ എക്സ് സ്ക്വയറിന്റെ ആരായിട്ട് മാറും? പെരിമീറ്റർ. Perimeter. അപ്പൊ എഴുതുക അടുത്ത വരിയില് വിച്ച് ഇംപ്ലൈസ് പെരിമീറ്റർ ഈക്വൽ പെരിമീറ്റർ ഈക്വൽ പെരിമീറ്റർ ഈക്വൽ എക്സ്. സ്ക്വയറിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തുവാ? 2 plus b. സ്ക്വയറിന്റെ പെരിമീറ്റർ 4a ഈക്വൽ എക്സ്. അപ്പൊ a ഈക്വൽ x/4. ഇതൊന്ന് ഓർത്ത് വെച്ചോണം. ഇത് ആരായിരിക്കും ഈ a ഈക്വൽ x/4 എന്ന് പറയുന്നത്? ഒരു സൈഡ്. സ്ക്വയറിന്റെ ഒരു സൈഡ്. അപ്പൊ നമുക്ക് ഏരിയ കൂടെ കണ്ടുപിടിച്ചിട്ട് പോകാം. എന്തിനാ ഏരിയ കണ്ടുപിടിക്കുന്നത്? Combined area. കമ്പൈൻഡ് ഏരിയ എന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അപ്പൊ ഏരിയ ഈക്വൽ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ x/4ന്റെ x/4ന്റെ Square. സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? X square by 60. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ സ്ക്വയറിന്റെ കാര്യം ഓക്കെ. ഇനി അടുത്ത എന്തോ പരിപാടി? മിണ്ടുന്നില്ല. അടുത്തെന്തോ പരിപാടി? സെക്കൻഡ് പീസ് സർക്കിൾ ആക്കി. രണ്ടാമത്തെ പീസ് എടുത്ത് എന്താക്കി? സർക്കിൾ ആക്കി, ഇല്ലയോ? അപ്പോ എന്തായിരിക്കും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയാമോ ആർക്കെങ്കിലും? The second piece of length. The second piece of length. Second piece of length. 28 minus x. 28 minus x. Is made into. Is made into. A circle. A circle. ആ സ്റ്റെപ്പ് എല്ലാവരും എഴുതിയോ? എഴുതി സാർ. ഓക്കെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി സ്റ്റെപ്പ് പറയൂ. Which implies perimeter equal. എഴുതുക. Which implies perimeter is equal to. Which implies. Which implies perimeter is equal to. 28 minus x. 28 minus x. ഈ സർക്കിളിന്റെ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 2 pi r. അപ്പൊ എഴുതുക 2 pi r is equal to 28 minus x. 28 minus x. അപ്പോൾ ഇവിടുന്ന് r എങ്ങനെ കണ്ടുപിടിക്കും? R equal 28 minus 28 minus x divided by 2 pi. 2 pi. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടെ എന്ത് കണ്ടുപിടിക്കാം? Area. ഏരിയ. അപ്പൊ ഏരിയ ഈക്വൽ സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ pi r square. അപ്പൊ പൈ ആർ സ്ക്വയർ ഈക്വൽ പൈ ഇൻറ്റു 28 minus x by 2 pi the whole square. ബൈ 2 പൈ ദ ഹോൾ സ്ക്വയർ ആണോ? അപ്പൊ നമ്മളൊന്ന് സ്ക്വയർ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താൽ പൈ ഇൻറ്റു 28 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ താഴത്തെ ഒന്ന് സ്ക്വയർ ചെയ്ത് പറഞ്ഞേ. 4 pi square. 4 പൈ സ്ക്വയർ. രണ്ടിന്റെ സ്ക്വയർ 4, പൈയുടെ സ്ക്വയർ പൈ സ്ക്വയർ ആവും. ആരൊക്കെ വെട്ടിപ്പോകും? പൈയും പൈയും വെട്ടിപ്പോയി. അപ്പൊ എന്ത് കിട്ടും ആൻസർ? 28 minus x the whole square by 4 pi. 28 minus x the whole square divided by ഇതാണ് ആരുടെ ഏരിയ? സർക്കിളിന്റെ.
സർക്കിളിന്റെ ഏരിയ. ഈ രണ്ട് ഏരിയ കണ്ടുപിടിച്ചതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സാർ. ഓക്കെ. അപ്പൊ ഇനി നമ്മളോട് ഒരു കമ്പൈൻഡ് ഏരിയയുടെ കാര്യം പറഞ്ഞു. ആരുടെ Sir, കാര്യമാണ്? 28 minus x the whole square by 4 pi അല്ലേ? ബൈ 4 പൈ. ഒരു പയ്യനെ വെട്ടിക്കോളാം. അപ്പൊ ബൈ 4 പൈ ഉണ്ട്. 4 എഴുതിയിട്ടുണ്ട്. ഓക്കെ, ബൈ 4 പൈ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ സർ. ശരി. ഇനി ഒരു കമ്പൈൻഡ് ഏരിയയുടെ കാര്യം പറയുന്നില്ലയോ? ഒരു കമ്പൈൻഡ് ഏരിയയുടെ കാര്യം പറയുന്നില്ലയോ? sir. അപ്പൊ എഴുതുക കമ്പൈൻഡ് ഏരിയ ഈക്വൽ. ഈ കമ്പൈൻഡ് ഏരിയ എന്ന് പറയുന്നതിനകത്തിൽ ആരൊക്കെ വരും? കമ്പൈൻഡ് സർക്കിളും വരും. സ്ക്വയറിന്റെ ഏരിയ. എന്തോ സ്ക്വയറിന്റെ ഏരിയ? X square by 16. എക്സ് സ്ക്വയർ ബൈ 16 പ്ലസ് നമ്മുടെ സർക്കിളിന്റെ ഏരിയ 28 minus x the whole square 28 minus x the whole square divided by 4 pi. ഡിവൈഡഡ് ബൈ 4 പൈ. ശ്രദ്ധിക്കുക, ഈ കമ്പൈൻഡ് ഏരിയയെ ഞാനിപ്പോ ക്യാപിറ്റൽ ലെറ്റർ എ കൊണ്ട് സൂചിപ്പിച്ചു എന്ന് വിചാരിക്കാം. ഇതാണ് ആര്? f of x. നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. ഇപ്പൊ കിട്ടിയോ? ഇതാണ് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ. നമ്മുടെ ചോദ്യത്തിൽ എന്ത് തരത്തില്ല? ഫംഗ്ഷൻ ഡയറക്റ്റ് ആയിട്ട് തരത്തില്ല. തന്നിരിക്കുന്ന കണ്ടീഷൻ ഒക്കെ അപ്ലൈ ചെയ്ത് നമ്മൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം ബാക്കി വർക്കിംഗ് റൂൾ. സ്റ്റെപ്പ് പറഞ്ഞാട്ടെ. മിണ്ടുന്നില്ല. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇത് ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അറിയാവുന്നത് പറഞ്ഞു. dA by dx is equal to 1/16 ഇങ്ങോട്ട് മാറ്റി നിർത്തി. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് അടുത്തതിനകത്തിൽ 1/4 പൈ ഇങ്ങോട്ട് മാറ്റി നിർത്തി. ഇതിന്റെ ഡെറിവേറ്റീവ് 2 into 28 minus x into 28. അല്ല, ഇൻറ്റു -1. -1. 28ന്റെ ഡെറിവേറ്റീവ് 0യും മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് 1ഉം. അതാണ് -1. ഈ സ്റ്റെപ്പിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല സർ. ഇവിടെ ആരെങ്കിലും ക്യാൻസൽ ആയിപ്പോ നോക്കിക്കേ. ഈ 2ഉം ഈ 16 വിട്ടുമ്പോ എത്ര കിട്ടും? 8. ഈ 2ഉം ഈ 4 വിട്ടുമ്പോ എത്ര കിട്ടും? 2. അപ്പൊ എന്താ കിട്ടും? dA by dx ന്റെ വില 1/x/8 x/8 plus പ്ലസ് അല്ല മൈനസ് അല്ലേ വരുന്നേ? മൈനസ് 28 minus x by 2 pi. ബൈ 2 pi. ഓക്കെ. ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല സർ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവിലേക്ക് പോകാം. പറഞ്ഞാട്ടെ. ഡിഫറൻഷിയേറ്റിംഗ് അഗൈൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ എന്താ കിട്ടും? d സ്ക്വയർ a ബൈ dx സ്ക്വയർ ഈക്വൽ വളരെ 1/8 എക്സിന്റെ ഡെറിവേറ്റീവ് 1 മൈനസ് അടുത്തതിലെ കോൺസ്റ്റന്റ് ഇങ്ങോട്ട് മാറ്റി നിർത്തുന്നു. 1/2 പൈ 28 മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് -1. അപ്പോ 1/8 ഈ 2 മൈനസ് ചേരുമ്പോ പ്ലസ് ആവത്തില്ലേ? പ്ലസ് 1/2 പൈ. അപ്പൊ സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടി. ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്? Dash of x equals 0. First derivative. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈസ് ഈക്വൽ ടു 0. അതായത് dA by dx ഈക്വൽ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? 0. പറഞ്ഞാട്ടെ. x/8 മൈനസ് 28 മൈനസ് എക്സ് ബൈ ഇവിടെ മിണ്ടുന്നില്ല. ബൈ 2 പൈ ഈസ് ഈക്വൽ ടു 0.
അപ്പോൾ x/8 is equal to ഈ മൈനസ് ടേമിനെ അപ്പുറത്ത് കൊണ്ടുപോയാൽ 28 minus x by 2 pi. 28 മൈനസ് x ബൈ 2 പൈ. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും? x ഇൻറ്റു 2 pi 2 പൈ ഈക്വൽ 8 8 into ഇൻറ്റു 28 minus 28 മൈനസ് എക്സ് ആണോ? ആണ്. അപ്പോ എക്സ് ഇൻറ്റു 2 പൈ ഈക്വൽ 8 എന്നകത്തോട്ട് കുറിച്ച് പറഞ്ഞേ 8 ഇൻറ്റു 28. 8 ഇൻറ്റു 28 224. 224 ആണോ? 224 8 ഇൻറ്റു മൈനസ് എക്സ് minus 8x. മൈനസ് 8x. അപ്പൊ എക്സ് ഇൻറ്റു 2 പൈ എന്ന് പറഞ്ഞാൽ 2 പൈ എക്സ് എന്നല്ലേ അർത്ഥം? നമ്മൾ ഈ മൈനസ് 8നെ കൂടെ ഇടതുവശത്തോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ എന്ത് കിട്ടും? 2 pi x plus 8x. ഈസ് ഈക്വൽ ടു 224. ഇനി ഇടതുവശത്ത് നിന്ന് നിങ്ങൾക്ക് ആരെ കോമൺ എടുക്കാം? 2 ഇല്ല. ഒരു 2 എടുക്കാം, ഒരു എക്സ് എടുക്കരുത്. 2x അപ്പൊ 2x is equal to 2x into ഒരു സെക്കൻഡ് പറഞ്ഞാട്ടെ 2x into 5 plus 8 equal 5 plus 8 equal 224. 224. ഇവിടെ വരെ ഓക്കെ ആണോ? അപ്പൊ അങ്ങനെ ആണെങ്കിൽ 2x is equal to അല്ലെങ്കിൽ x is equal to എന്തോ കിട്ടും നിങ്ങൾക്ക്? 224 by ഒരു സെക്കൻഡ് x is equal to 224 by 2 into 5 plus 8. 2 into 5 plus 8. ഈ 224 ഈ രണ്ടും കൂടെ വെട്ടരുതോ? അപ്പൊ എന്ത് കിട്ടും? 112. 112. അപ്പൊ എക്സിന്റെ വില എത്ര കിട്ടും? 112 by 5 plus 8. ഒരു സംശയം ചോദിച്ചോട്ടെ, 5 plus 8 ആണോ 5 plus 4 ആണോ വരുന്നേ? എത്ര? 5 plus 4. 8നകത്ത് നിന്നൂടല്ലേ നമ്മൾ രണ്ട് കോമൺ ഫാക്ടർ എടുത്തേ? ഹലോ അല്ലല്ലോ. സോറി. അപ്പൊ അവിടെ എന്തോ വരും? 5 plus 5 plus 4. ഇതും 5 plus 4 ആവും. ആരുടെ വില കിട്ടി? x ഉണ്ട്. ഈ വില കൊണ്ടുപോയി എവിടെ കൊടുക്കണം? d square a by dx square. അപ്പൊ എഴുതുക when x is equal to 112 divided by 5 plus 4 d square a by dx square is equal to എന്തുവായിരുന്നു d square a by dx? dxന്റെ വില 1/8 plus 1/2 pi. 1/8 plus 1/2 pi. 1/2 pi. അത്രേ ഉള്ളൂ. നമ്മൾ രക്ഷപ്പെട്ടു. എന്താ കാര്യം അറിയാമോ? എക്സിന്റെ ടേം. ഇതിനകത്ത് എക്സിന്റെ ടേം ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ആ വിലയെ കുറച്ച് സിംപ്ലിഫൈ ചെയ്യേണ്ടത്. പക്ഷെ നമുക്കറിയേണ്ട കാര്യം ഇപ്പോ ഈ കാണുന്ന വില പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ് അറിയേണ്ടത്. ഈ 1/8 plus 1/2 pi എന്ന് പറയുന്ന വില പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയണം. പോസിറ്റീവ്. ഇത് ഉറപ്പായിട്ട് എന്ത് വിലയാണ്? പോസിറ്റീവ്. അങ്ങനെ മനസ്സിലായി പോസിറ്റീവ് ആണ്. 1/8 പോയിന്റ് സംതിങ് ആയിരിക്കും. 1/2 അല്ല 1/8 ഒരു പോസിറ്റീവ് നമ്പറാണ്. 1 ഒരു പോസിറ്റീവ് നമ്പറാണ്, 2 ഒരു പോസിറ്റീവ് നമ്പറാണ്, പൈ ഒരു പോസിറ്റീവ് നമ്പരാ. ചുരുക്കി പറഞ്ഞാൽ ഈ കാണുന്നത് മൊത്തം ഒരു പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് അതിന്റെ സമം എന്ത് നമ്പർ ആയിരിക്കും? പോസിറ്റീവ് നമ്പർ ആയിരിക്കും. അങ്ങനെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 വന്നാൽ എന്തോ അതിന്റെ അർത്ഥം? മിനിമം വാല്യൂ. അപ്പൊ എഴുതുക which implies A has a minimum value എവിടെ? at x equal 112 by 5 plus 4. 112 by 5 plus 4.
അപ്പൊ ആരെ കിട്ടി? മിനിമം വാല്യൂ മിനിമം വാല്യൂ കിട്ടുന്ന വില കിട്ടി. ഏത് വിലയില്? x equal 112 by 5 plus 4. അപ്പൊ എഴുതുക when x is equal to 112 divided by 5 plus 4. നമ്മൾ ആരെയായിരുന്നു x എന്ന് വിളിച്ചത്? ആരെയായിരുന്നു x എന്ന് വിളിച്ചത്? മറന്നുപോയോ? ആരെയായിരുന്നു x എന്ന് വിളിച്ചത്? Length of one piece. എഴുതുക length of first piece equal x equal 112 by 5 plus 4. okay. Length of second piece 28 minus x ആണോ? equal 28 minus 112 divided by 5 plus 4. ഇത് വേണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി വെക്കാം, അല്ലെങ്കിൽ ഇത്ര എഴുതിയാലും മതി. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം 28 പൈ ഡിവൈഡഡ് ബൈ 5 പ്ലസ് 4 ആണ്. അങ്ങനെ ചെയ്യുന്നെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ വരെ എഴുതി നിർത്തിയാലും മതി. അപ്പൊ ഇത് കണ്ടുപിടിക്കാനല്ലേ ചോദ്യം? ഈ രണ്ട് പീസുകളുടെ ലെങ്ത് കണ്ടുപിടിക്കാനല്ലേ ചോദ്യം? അതെ സർ. ഓക്കെ, ശരി. അപ്പൊ ആ പ്രോബ്ലം ഒന്ന് വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് പറയുക.